കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഉറപ്പായി കഴിഞ്ഞ ഒരു സത്യമുണ്ട്, അല്ലെങ്കിൽ കാര്യമുണ്ട്. സത്യമെന്ന് പറയാനായിട്ട് കാരണം ബിഗ് ബോസ് അത് ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട് ആ സത്യം പുറത്തു വന്നപ്പോൾ നമുക്കത് ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. കാര്യം അവിടെ റസ്മിൻ ജാസ്മിനെ അടിച്ചു എന്നുള്ള കാര്യം. അവിടെ നമുക്ക് ആ വീഡിയോ അവർ പ്ലേ ചെയ്ത് കാണിച്ചില്ല. അവിടെ അവർ വഴക്ക് നടക്കുന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു എന്നല്ലാതെ അവിടെ എന്ത് നടന്നു എന്നുള്ളത് അവർ നമുക്ക് കാണിച്ചിരുന്നേ ഇല്ല. ബിഗ് ബോസ് ടീം നല്ലൊരു പ്ലാനിങ് ആണ് അവിടെ നടത്തിയത്. അവിടെ നടന്നത് എന്താണെന്ന് കാണിക്കാതെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ച് പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു റസ്മിൻ്റെ അടുത്ത്, ചെയ്തത് ശരിയാണോ? ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കത് കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ജാസ്മിൻ അവിടെ പറയുന്നു. റസ്മിൻ അവിടെ തുടരുന്നു. പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്സര പറയുന്നുണ്ട്, സിജോ പറയുന്നുണ്ട്, എന്തിനേറെ പറയുന്നു, ജാസ്മിൻ അടക്കം പറഞ്ഞു റസ്മിൻ എന്നെ അടിച്ചപ്പോൾ എന്നുള്ളത്. അപ്പോൾ റസ്മിൻ ജാസ്മിനെ അടിച്ചു എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്രയും വ്യക്തമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുൻപ് ഒരു ഊഹാപോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അടിച്ചു എന്നുള്ളത്, പിന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നുള്ളതൊക്കെ. പക്ഷേ ഇപ്പം നമുക്കത് ഉറപ്പായി കഴിഞ്ഞു. അപ്പം നമ്മുടെ പ്രേക്ഷകരുടെ ഒരേ ഒരു ചോദ്യം ഇതാണ്, റോക്കിയും റസ്മിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. റോക്കി സിജോനെ അടിച്ചു. സിജോയ്ക്കിപ്പോൾ ഇപ്പോഴും അതിന്റെ വേദന സഹിച്ചുകൊണ്ട് സിജോ ഇപ്പോഴും ആ കവിള് പൊത്തിപ്പിടിച്ച് നടക്കേണ്ട അവസ്ഥയാണ്. അവിടെ ഇപ്പോഴും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ടിക്കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് റോക്കിയെ നമ്മൾ താരതമ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ റസ്മിനും അതുപോലെ തന്നെ അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സെയിം അടി രണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ജാസ്മിന് പരിക്കൊന്നും പറ്റിയില്ല എന്ന് മാത്രം. പക്ഷെ ഇങ്ങനെ അടിച്ചിട്ടും അവിടെ റസ്മിനെ തുടരാനായിട്ട് അനുവദിച്ചു എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണം. അതെന്തിനാണ് റസ്മിനെ ഇത്രയും സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അങ്ങനെ ഒരു ആണായാലും പെണ്ണായാലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ പുറത്താക്കേണ്ട സമയത്ത് പുറത്താക്കിയേ പറ്റൂ. അവിടെ റോക്കിയെ പുറത്താക്കിയ പോലെ എന്തുകൊണ്ട് റസ്മിനെ പുറത്താക്കിയില്ല എന്നൊരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇനി നമുക്ക് ഈ സീസണിലെ കാര്യം മാറ്റിവെക്കാം. റോക്കി ഇടിച്ചപ്പോൾ സിജോയ്ക്ക് അത്രയും പെയിൻഫുള്ളും ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലും ഒക്കെ എത്തി അവിടെ ഗെയിമിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരെ വന്നു 3 ആഴ്ചയോളം. അപ്പം നമുക്ക് റോക്കി വെച്ച് താരതമ്യം ചെയ്യേണ്ട, എങ്കിൽ അത് വിടാം. എങ്കിൽ ഞാൻ പറയുന്നു, സീസൺ 4 റോബിൻ രാധാകൃഷ്ണൻ അടിച്ചു എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഒന്ന് പിടിച്ച് തള്ളിയതിനല്ലേ അവിടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് റോബിനെ പുറത്താക്കിയത്. ഇവിടെ റസ്മിൻ ചെയ്തതോ ജാസ്മിനെ ശരിക്കും അടിച്ചിരിക്കുന്നു, അവിടെ കൈ പിടിച്ച് തിരിച്ചിരിക്കുന്നു, കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് റസ്മിനെ വെറും 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിലിട്ടിട്ട് കാര്യം സോൾവ് ചെയ്തു. അപ്പൊ അന്ന് സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അങ്ങനെ 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടാൽ പോരായിരുന്നോ? വെറുതെ പിടിച്ച് തള്ളിയത്, അതും അത്രയും സിറ്റുവേഷൻ അവിടെ വഷളായിരുന്നു. അവിടെ ബാത്റൂമിലിരുന്ന് അവിടെ അവര് അതേപോലെ സ്പ്രേയും ഇതൊക്കെ അടിച്ചുകൊണ്ട് അത് ശ്വാസം മുട്ടിയിട്ട് പുറത്തിറങ്ങി വന്ന ആ റോബിനെ കയറി പിടിച്ചപ്പോഴാണ് റോബിൻ പിടിച്ച് തള്ളുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ റോബിന്റെ ഭാഗത്താണ് കൂടുതൽ ന്യായം വരുന്നത്. റോബിൻ അടിച്ചിട്ടില്ല, പക്ഷെ എന്നിട്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റോബിനെ പുറത്താക്കി. ഇവിടെ യാതൊരു പ്രകോപനവും ഇല്ല, ജസ്റ്റ് വന്ന് ഗ്യാസ്. എത്ര നേരം ജാസ്മിൻ അവിടെ വന്നു. ഞാൻ ജാസ്മിനെ ന്യായീകരിക്കല്ല, എല്ലാവരും പറയും ജാസ്മിൻ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരാം. അത് ജാസ്മിനെ ന്യായീകരിക്കുന്നതല്ല. ജാസ്മിൻ അവിടെ വന്നിട്ട് അത്രയും ഇതിൽ വന്ന് പറയാണ്, അവിടെ ഗസ്റ്റ് വന്നിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ടാക്കാതെ ആയപ്പോൾ ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തു. ശരി, അവർക്ക് ദേഷ്യപ്പെടാം, പക്ഷെ അടിക്കാനുള്ള അനുവാദം ആര് കൊടുത്തു? അടിച്ചിട്ടും റസ്മിൻ അവിടെ തുടരുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പ്രേക്ഷകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.